ഗൈസ് നമ്മുടെ ടേസ്റ്റി മുംബൈ സ്പെഷ്യൽ വട ബട്ടാട്ട വടക്ക് റെഡി ആയിട്ട് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വടപ്പാവ് ചട്നി ഞാൻ റെഡിയാക്കി. അത് ഞാൻ കണ്ടില്ല, അത് ഞാൻ ഒന്ന് ലൈറ്റ് ചെയ്തിട്ട് എടുത്തു. പിന്നെ വിട്ടിട്ട് നിൽക്കാണ് ഞാൻ ബോയ്സ്. ഇപ്പോ അവൻ പണിക്ക് ചെയ്യാന് അമ്മ കൊച്ചു ബ്രെഡ് റോസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാഷ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഇപ്പൊ നമുക്ക് വട ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് മുംബൈയുടെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പൂജ നിങ്ങളുടെ കൂടെ മുംബൈയുടെ ഫേമസ് സ്ട്രീറ്റ് ഫുഡ് വടപാവിന്റെ വട ഷെയർ ചെയ്യാൻ പോണേ ഫ്രണ്ട്സ്. നിങ്ങളുടെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കനിക്ക് പ്രസ് ചെയ്യൂ, ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ. സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ഞാനിത് കുറച്ച് നന്നാക്കാൻ ഇരിക്കുകയാണ്. നമുക്ക് കുറച്ച് വടപ്പാവയ്ക്ക് വേണ്ടിയിട്ടാ വേണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാ വേണ. പിന്നെ അത് ഞാൻ നന്നാക്കുന്ന ഇരിക്കുകയാണ്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് നന്നാക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് പറയാം എന്താ നമുക്ക് എത്ര വേണം. ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയാൻ ഇരിക്കുകയാണ്. ഇത് ആക്ച്വലി ഞാൻ വടക്ക് വേണ്ടിട്ടാ നന്നാക്കിയിട്ട് കുറച്ച് വെച്ചു. ഇപ്പൊ ഞാൻ കുറച്ച് ചമ്മന്തിക്ക് വേണ്ടിട്ടാ നന്നാക്കാൻ ഇരിക്കുകയാണ്. വെളുത്തുള്ളി കുറച്ച് നമുക്ക് വേണം. ഞാൻ വെളുത്തുള്ളി കുറച്ച് നന്നാക്കിയിട്ട് എടുത്തു. ഇപ്പൊ നമുക്ക് കുറച്ച് സബോള കൂടി വേണം. സോ സബോള കുറച്ച് നമുക്ക് നന്നാക്കിയിട്ട് എടുക്കാം. സോ ഇപ്പൊ ഇതെല്ലാം ഞാൻ കുറച്ച് വാഷ് ചെയ്തിട്ട് എടുത്തു. ഇപ്പൊ ഇവിടെ കുറച്ച് പകുതി സബോള അങ്ങനെ റഫ്ലി സ്ലൈസ് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഇവിടെ കുറച്ച് അത് സബോള പകുതി ഞാൻ കട്ട് ചെയ്തു. അത് കുറച്ച് നമുക്ക് അങ്ങനെ ലോങ് സ്ലൈസ് ചെയ്യണം. അത് എന്തിനാ ഞാൻ ചെയ്യണം അത് ഞാൻ പറയാം ഫ്രണ്ട്സ്. വീഡിയോ മീൻസ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ചിലപ്പോ പറയുമ്പോ നിങ്ങളുടെ കൺഫ്യൂസ് ആവും, ഞാൻ കൂടി കൺഫ്യൂസ് ആവും. സോ അത് വേണ്ടിട്ട് ഞാനിപ്പോ പറയില്ല. നമുക്ക് ഉണ്ടാക്കിയിട്ട് പറയാം ഞാൻ എന്തിനാ നമുക്ക് വേണം. സോ നിങ്ങളുടെ ഫുള്ള് വീഡിയോ നോക്കൂ. ഇത് ഇഞ്ചിനാ ഞാൻ കുറച്ച് 1 ഇഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അങ്ങനെ റഫ്ലി ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇത് മല്ലിയില കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. കൂടുതലാണ്, കുറച്ച് മല്ലിയില നമുക്ക് വേണം, കുറച്ച് കൂടുതൽ. ഇത് കൂടി നമുക്ക് കുറച്ച് അങ്ങനെ ചെറിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്യണം. മതി, മല്ലിയില കട്ട് ചെയ്തു ഞാൻ. സോ ഇപ്പൊ വട ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് കുറച്ച് 2 പച്ചമുളക് വേണം. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ. 1 ഇഞ്ച് കുറച്ച് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതില് മിക്സി ജാറിലേക്ക് ഇടാം. പിന്നെ ഇത് നമുക്ക് ഫൈൻ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. കുറച്ച് 1-2 സ്പൂൺ വെള്ളം മതി, കൂടുതൽ വെള്ളം ഇടാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചതച്ച് എടുക്കണമെങ്കിൽ മതി. പക്ഷെ ഞാൻ അങ്ങനെ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കും, പേസ്റ്റ് ആക്കിയിട്ട്. സോ ഇപ്പൊ നമുക്ക് ഫൈൻ പേസ്റ്റ് റെഡിയാക്കാം. ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പൊ നോക്കൂ, ഇത് ഫൈൻ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ റെഡിയാക്കി. ഇത് ഇപ്പൊ നമുക്ക് ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കാം. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഇത് 2 സ്പൂൺ ഉണ്ടാവും നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റ്.
പിന്നെ ഇവിടെ ഞാൻ കുറച്ച് 1/2 കിലോ ഉരുളൻകിഴങ്ങ് ഉണ്ടാവും. ഇത് ഞാൻ കുറച്ച് ബോയിൽ ചെയ്തിട്ട് എടുത്തു. ഇപ്പോ ഇതിൽ ഞാൻ കുറച്ച് ഇപ്പോ സാധാ വെള്ളം ഉണ്ടേന അത് എടുത്തു. അത് ചൂട് വെള്ളം മാറ്റിട്ട് ഇപ്പോ ഇത് കുറച്ച് കൂളായിണ്ട്. ഇപ്പൊ നമുക്ക് തുള്ളി കളഞ്ഞിട്ട് എടുക്കാം. നൈസായിട്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് സോഫ്റ്റ് ഒക്കെ ആയിണ്ട്. ഞാൻ ഒരു കത്തി എടുത്ത് നോക്കി, പിന്നെ അത് നോക്കും അങ്ങനെ ക്രാക്സ് ഒക്കെ വന്നു. സോ അത് കുക്ക് ആയിണ്ട് നൈസായിട്ട്. അപ്പോ ഇത് നമുക്ക് അങ്ങനെ ഇതിനെ തുള്ളി കളഞ്ഞിട്ട് എടുക്കണം. ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഞാൻ ഇതിൽ വെക്കാം. ഞാൻ ഇന്നെ ഫേമസ് വട ഉണ്ടാക്കുന്ന പോന്നെ മുംബൈയുടെ വട. അത് നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കാം. ഇപ്പൊ ഇത് തുള്ളി ഞാൻ കളഞ്ഞിട്ട് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ഫുള്ള് ഞാൻ ഇതിന്റെ തുള്ളി കളഞ്ഞിട്ട് എടുത്തു. ഉരുളൻകിഴങ്ങ് ഇപ്പൊ നമുക്ക് കുറച്ച് കയ്യിൽ തന്നെ അങ്ങനെ സ്മാഷ് ചെയ്തിട്ട് എടുക്കണം നൈസായിട്ട്. കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മാഷർ ഉണ്ടെങ്കിൽ മാഷറിനെ സ്മാഷ് ചെയ്യാം. നൈസായിട്ട് കുക്ക് ആയിട്ട് സോ അത് വേണ്ടിയിട്ട് വേഗം സ്മാഷ് ആവും. ഇത് നൈസായിട്ട് സ്മാഷ് ചെയ്യാം. സോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, ഇത് ഞാൻ നൈസായിട്ട് കുറച്ച് സ്മാഷ് ചെയ്തു. ഉരുളൻകിഴങ്ങ് നൈസായിട്ട് കുറച്ച് സ്മാഷ് ആയിണ്ട്. ഇപ്പൊ നമുക്ക് വടാതെ സ്റ്റഫിങ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. സോ ഇപ്പോൾ വിന്റർ സീസൺ ആണ് ഫ്രണ്ട്സ്. സോ വിന്റർ സീസൺ നിൽക്കുന്ന നമുക്ക് അത് ഉരുളൻകിഴങ്ങിന്റെ സീസൺ ആണ്. സോ നമുക്ക് പുതിയ ഉരുളൻകിഴങ്ങ് കിട്ടും. സോ അതിന്റെ കുറച്ച് ആലു പൊറാട്ട, അങ്ങനെ വട, അല്ലെങ്കിൽ ആലുടെ ഏതാ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഉരുളൻകിഴങ്ങ്. സോ അത് വേണ്ടിയിട്ടാണ് എനിക്ക് പുതിയ ഉരുളൻകിഴങ്ങ് കിട്ടി. സോ ഞാനിപ്പോ വട ഉണ്ടാക്കുന്ന പോന്നെ. സോ നമുക്ക് അപ്പോൾ സ്റ്റഫിങ് റെഡിയാക്കാം വേഗമായിട്ട്. സോ ഇപ്പൊ ഒരു ചട്ടിയിലേക്ക് ചീൻചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നല്ല ചൂടായിണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് കടുക് ഉണ്ടേന അത് ഇടണം. കടുക് നമുക്ക് നൈസായിട്ട് കുറച്ച് പൊടിച്ചിട്ട് എടുക്കണം. സോ കടുക് പൊട്ടിക്കാൻ തുടങ്ങി. നൈസായിട്ട് കടുക്കടായിട്ട് കടുക് പൊട്ടിച്ചു. ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് കായം പൊടി ഇടണം. 2 പിഞ്ച് ഇത് കായം പൊടി ഉണ്ടേന അത്. പിന്നെ ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് അത് പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടണം. പിന്നെ ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് നൈസായിട്ട് കുക്ക് ചെയ്യണം. കുറച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം. അതിന്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ, അതൊക്കെ പോവാൻ വേണ്ടിട്ടാ. സോ ഇപ്പൊ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടേന അതിന് പച്ച ടേസ്റ്റേക്ക് പോയിട്ടുണ്ട്. ഞാൻ 2-3 മിനിറ്റ് കുറച്ച് ഫ്രൈ ചെയ്തു ഇതില്. ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി കുറച്ച് ഞാൻ 1/2 ടീസ്പൂൺ ഇടും. സോ അത് കുറച്ച് നല്ല നൈസ് കളർ വരും നമ്മുടെ വടാക്ക്. കുറച്ച് അങ്ങനെ അലക്കി കൊടുക്കണം. അത് പിന്നെ മഞ്ഞൾപ്പൊടിയുടെ കുറച്ച് പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിട്ടാ. സോ മതി. ഇപ്പൊ ഇത് ആയിണ്ടാവും. ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് നമ്മൾ സ്മാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളൻകിഴങ്ങ് അതൊക്കെ ഇടണം. പൊട്ടാറ്റോസ്, ഫ്ലെയിം സ്ലോയിലാണ് വെച്ചിട്ടുണ്ട് ഞാൻ. സോ ഇപ്പോ ഇതില് ഞാൻ കുറച്ച് ഇത് മല്ലിയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടണം നമുക്ക്.
പിന്നെ ഉപ്പ് ഇടണം. നമുക്ക് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് നിങ്ങൾ ഇടണം. ഇത്ര മതിയാവും. ഇപ്പോൾ ഇത് നൈസായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കുറച്ചിപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാം. ഓൾറെഡി കുക്ക് ഉണ്ട്. കുറച്ച് നമുക്ക് അതിന് എന്താ പറയണേ, കുറച്ചേക്ക് 2 മിനിറ്റ് അങ്ങനെ വെക്കണം. കുറച്ച് അങ്ങനെ ഇളക്കി കൊടുക്കണം. നോക്കൂ, നൈസ് കളറിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ വടക്ക് സ്റ്റഫിങ്ങിലേക്ക്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നുമ്പോൾ കുറച്ച് അങ്ങനെ സ്മാഷ് ചെയ്യണം. അത് കുറച്ച് വലിയ പീസ് ഉണ്ടെങ്കിൽ അതൊക്കെ സ്മാഷ് ആവും. അത് മസാല പിടിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നമ്മുടെ പേസ്റ്റ് അത് ഉള്ളിക്കിറങ്ങിയിട്ട് നൈസായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഉപ്പ് ഈ സമയത്ത്. കുറച്ച് ടേസ്റ്റ് ചെയ്യാം. ശരിയായിണ്ട്. ഗ്യാസ് ഓഫ് ആക്കാം ഇപ്പൊ നമുക്ക്. ഇപ്പൊ നമുക്ക് ഒരു കയ്യിലേക്ക് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്യണം. പിന്നെ ഇത് സ്റ്റഫിങ് ഉണ്ട്, ഇതിനെ കുറച്ച് ഇപ്പൊ ചൂടേക്ക് മാറിയിട്ടുണ്ട്. സോ നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എത്ര സൈസ് വെക്കണം അത് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഉണ്ടാക്കാം ഷേപ്പ്, അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ഫ്ലാറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഞാൻ റൗണ്ട് ഉണ്ടാക്കാം. പിന്നെ ഞാൻ എത്ര സൈസ് വെക്കും നോക്കും, അവിടെ വെക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് വെക്കാം ഫുൾ അങ്ങനെ. സോ അത് നമുക്ക് വട ഫ്രൈ ചെയ്യാൻ സമയം കുറച്ച് ഈസി ആവും ഫ്രൈ ചെയ്യുമ്പോൾ. സോ ഇപ്പൊ ഫുൾ ഇത് ഉണ്ടാക്കിയിട്ട് നിൽക്കാണ് ഞാൻ. ബോൾസ്, ചെറിയ ബോൾസ്. പിന്നെ അത് ബട്ടാട്ട വടാണ് നമുക്ക് ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ആക്ച്വലി ആലു ഇത് ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നാ ಅದಕ್ಕೆ മഹാരാഷ്ട്രൻസ് ബട്ടാട്ട പറയണേ. സോ അവർ പറയും ബട്ടാട്ട വട. സോ അത് ഞാൻ ഉണ്ടാക്കുന്നത്. സോ നോക്കൂ ഫ്രണ്ട്സ്, ഞാൻ എത്ര ബോൾസ് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനെ ബാറ്റർ റെഡിയാക്കാം. നോക്കൂ, നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഞാൻ റൗണ്ട് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ബാറ്റർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ കടല മാവ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇടണം. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. ഇതിപ്പോ ഒരു പ്രാവശ്യം നൈസായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അയിമോദകം ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. ഇതിന് മതി. പിന്നെ കഴിക്കുന്ന സോഡ ഉണ്ടേനാ, അത് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല ഫ്രണ്ട്സ്. അത് നമുക്ക് എത്ര പേരേക്ക് സുഖമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഇടണം, കുറച്ച് ഇടാം. ഹാഫ് പിഞ്ച്, ഒരു പിഞ്ച്. പിന്നെ ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ അത് സ്മൂത്ത് ബാറ്റർ നമുക്ക് റെഡിയാക്കാം. കൂടുതൽ നമുക്ക്
കട്ടി വേണ്ട, കൂടുതൽ വെള്ളം മാത്രമേ വേണ്ട. നമുക്ക് അങ്ങനെ ജസ്റ്റ് മീഡിയം ആയിട്ട് ബാറ്റർ റെഡിയാക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ലംസൊക്കെ വരും. കുറച്ച് വെള്ളം എടുത്ത് അങ്ങനെ മിക്സ് ചെയ്യണം. സോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, ഞാനൊരു സ്മൂത്ത് ബാറ്റർ റെഡിയാക്കി. നോക്കൂ, കൂടുതൽ കട്ടിയില്ല, കൂടുതൽ തിന്നില്ല, മീൻസ് കുറച്ച് മീഡിയം ആയിട്ട് തന്നെ ഉണ്ട്. സോ ഇപ്പൊ നമുക്ക് വട ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് റെഡിയാക്കാം. ഇപ്പൊ ഞാനിവിടെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ചട്ടിലേക്ക്. കുറച്ച് ഇത് ചൂടാവണം. എണ്ണ നമ്മുടെ നോക്കൂ ഫ്രണ്ട്സ് നൈസായിട്ട് ചൂടായിണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് ഫ്ലെയിം മീഡിയംലാ സ്ലോ ചെയ്തു ഞാൻ, കൂടുതൽ ചൂടായിണ്ടേന. ഇപ്പൊ ഇത് ഒരെണ്ണം വട ഉണ്ടേന ബോൾ, അതൊക്കെ നമുക്ക് എടുക്കണം. പിന്നെ അത് നമ്മുടെ ബാറ്റർ ഉണ്ടേന, അതൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് റൗണ്ട് ചെയ്യണം. അത് കോട്ട് ചെയ്യണം നമ്മുടെ കടല മാവ് ഇതിലേക്ക്. ഇപ്പോ ഇത് അങ്ങനെ എടുത്തിന് നമുക്ക് ഫ്ലെയിം ഹൈ കണിക്കത്ത, ഫ്ലെയിം കുറച്ച് ഹൈയില വെക്കണം. പിന്നെ അത് കുറച്ച് ഇത് ഇടണം. പിന്നെ നമുക്ക് അത് ഫ്ലെയിം സ്ലോല ചെയ്യണം. ഇപ്പൊ ഇത് കോട്ട് ചെയ്തു ഞാൻ അങ്ങനെ വെക്കണം. കൂടുതൽ ലൂസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാവും നമ്മുടെ, സോ അത് ശരിയായിട്ട് കോട്ട് ആവുന്നില്ല. അത് വേണ്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ ഒരു ബോൾ എടുത്തു അങ്ങനെ, പിന്നെ അത് നമുക്ക് ഇടണം. ഇതിനൊക്കെ ഉള്ളില് സ്റ്റഫിങ് നമ്മുടെ ഉണ്ടേന, ബട്ട മീൻസ് ആ ഉരുളക്കിഴങ്ങ് അതൊക്കെ കുക്ക് ഉണ്ട്. നമുക്ക് മാത്രം അത് ഔട്ടർ സർഫേസ് ഉണ്ടേന, അത് കുക്ക് ആവണം. ഇപ്പോ കുറച്ച് ഫ്ലെയിം മീഡിയമിലാക്കാം നമുക്ക്. ഇത് നമുക്ക് അങ്ങനെ കുറച്ച് എണ്ണാണ് അങ്ങനെ മുകളിൽ അങ്ങനെ ഇടണം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഇടുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ അത് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. വേഗം ഫ്രൈ ആവും നമ്മുടെ വടപ്പാവ് വരണുണ്ട്. അതിലേക്ക് കുറച്ച് മറിച്ചിടാം. ഇപ്പൊ ഇത് ആയിണ്ട്, നമുക്ക് ഇത് മാറ്റി വെക്കാം. കുറച്ച് അങ്ങനെ വെക്കണം. സോ അത് എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും നമ്മുടെ ചട്ടിയിലേക്ക്. ഇത് കൂടുതൽ എണ്ണ നമ്മൾ സോക്ക് ചെയ്യുന്നില്ല ഫ്രണ്ട്സ്. കുറച്ച് എണ്ണ മീൻസ് അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇടണം. പക്ഷേ അത് എത്ര എണ്ണ സോക്ക് ചെയ്യില്ല. പിന്നെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് വെക്കാം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചു ഞാൻ ഇത് ഗ്യാസ്. പിന്നെ നമുക്ക് ഒരു ബോൾ അങ്ങനെ ഇതിൽ ഇടണം. പിന്നെ അത് കുറച്ച് അങ്ങനെ റൗണ്ട് ചെയ്യണം കൈയിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് കൈയിന് ഹാബിറ്റ് ആയിട്ടുണ്ട്, സോ ഞാൻ കൈ യൂസ് ചെയ്യണം. ഇത് കോട്ട് ചെയ്തു ഞാൻ. ഇപ്പോൾ ഇതിൽ ഇടണം നമുക്ക്.
കൂടുതൽ ചൂടായതിൻ്റെ മീഡിയമിൽ വെച്ചു ഞാൻ ഗ്യാസ്. ആദ്യം ഞാൻ കുറച്ച് 3 എടുത്തു നോക്കി, ഞാൻ ശരിയായിട്ട് ഫ്രൈ ആവുന്നേക്കില്ല. ഇപ്പൊ ഞാനിതില് അത് ചട്ടിയിലേക്ക് എത്രയാവും ഇത്ര ഞാൻ ഇടും ഇതില്. നോക്കൂ ആരായി. ഇപ്പോ ഇതില് വട കുറച്ച് എണ്ണ നമുക്ക് അങ്ങനെ ചെയ്യണം, മുകളിലൊക്കെ അങ്ങനെ ഇടണം. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ അലക്കാൻ പാടില്ല ഫ്രണ്ട്സ്, കുറച്ച് അത് മുകളിലേക്ക് വരും നമ്മള് ഫ്രൈ ആവുമ്പോൾ. സോ കുറച്ച് വെയിറ്റ് ചെയ്യണം. सो ഇപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ വട ഉണ്ട്, വടക്ക് തരത്തിക്കാതെ പहले വന്നിട്ട്. സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ വട ഉണ്ട്, ഫുൾ ഫ്രൈ ആയിണ്ട്. ഇപ്പോൾ ഞാൻ ഒരു വടാപ്പാവോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേമസ് ചട്നി ഉണ്ടേനാ, അതൊക്കെ ഉണ്ടാക്കാൻ പോന്നെ, സൂഖ ചട്നി. സോ അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ അത് നമ്മുടെ കടല മാവുടെ നോക്കൂ, ഇവിടെ കുറച്ചൊക്കെ ബാക്കി ഉണ്ടേനാ, അതിലേക്ക് നമുക്ക് അങ്ങനെ കുറച്ച് ഞാൻ ഒരു 2 സ്പൂൺ വെള്ളം ആഡ് ചെയ്തു. പിന്നെ അത് നമുക്ക് അങ്ങനെ കുറച്ച് അങ്ങനെ എടുത്ത് അത് ഒരു പക്കോട ആയിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. പിന്നെ അതിന് നമുക്ക് ഒരു സൂഖ ചട്നി ഉണ്ട്, നമ്മുടെ ചുമപ്പ് ചട്നി, വടാപ്പാവ് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം നമുക്ക്. സോ ഇപ്പൊ ഇത് ഫുള്ള് അങ്ങനെ ഇടും ഞാൻ കുറച്ച് അങ്ങനെ ചെയ്തിട്ട്. അത് നമ്മുടെ മുംബൈയിലേക്ക് ആക്ച്വലി അത് വടപ്പാവക്കാരന അവരെ ഉണ്ടാക്കുന്ന അത് കുറച്ച് അങ്ങനെ ചുരുചുരായിട്ട് കൂടുതൽ ബാക്കിയാവും നമ്മുടെ വട സമൂസ അതൊക്കെ എല്ലാം ഉണ്ടാക്കുമ്പോൾ. സോ അവരെന അത് ചുരുചുരെടുത്ത് അവിടെ അത് സൂഖ ചട്നി ഉണ്ടാക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നില്ല. സോ അത് നമ്മുടെ മാവ് അങ്ങനെ കുറച്ച് ബാക്കി വരും, അത് നമുക്ക് അങ്ങനെ ചെയ്യണം. പിന്നെ അത് ചട്നി റെഡി ആക്കണം. എങ്ങനെ ചെയ്യാം ഞാൻ പറയാം. സോ നിങ്ങളുടെ ഫുള്ള് വീഡിയോ നോക്കൂ. സോ ഇപ്പൊ ഇത് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലിപ്പോ നമുക്ക് അത് സബോല പിന്നെ വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇടണം. പിന്നെ ഇതിനാ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം, സ്ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്യണം. അത് നമുക്ക് സൂഖ ചട്നിക്ക് വേണ്ടിയിട്ടാ വേണം. ഇത് ഞാൻ ഉണക്ക ചട്നി ഉണ്ടാക്കുന്ന പോലെയാണ് അതൊക്കെ വേണ്ടിയിട്ട്. ഇത് നോക്കും ഞാൻ ഫ്രൈ ചെയ്തു, ഇതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം ഞാൻ. ഇതിൽ ഞാൻ കുറച്ച് 2 സ്പൂൺ എണ്ണ നമ്മൾ അത് ഫ്രൈ ചെയ്തു ഓയിൽ, അതിന് കുറച്ച് 2 സ്പൂൺ എണ്ണ എടുത്തു ഇതില്. പിന്നെ ഇത് ഫ്രൈ ചെയ്യണം നമുക്ക്, നൈസായിട്ട് ബ്രൗൺ ആവണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോ സബോല സ്കിപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, വെളുത്തുള്ളി മാത്രം ഇടുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ സബോല വേണമെങ്കിൽ സബോല മാത്രം ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ 2 കുറച്ച് എടുത്തു, സബോല പിന്നെ കുറച്ച് വെളുത്തുള്ളി. നൈസായിട്ട് ഫ്രൈ ചെയ്യാം കുറച്ച്. സോ ഇപ്പൊ ഗ്യാസ് ഓഫ് ആക്കി ഞാൻ. നൈസായിട്ട് നോക്കൂ ബ്രൗൺ ഒക്കെ ആയിണ്ട്. ഇപ്പൊ ഇതിനെ ഞാൻ മാറ്റി വെക്കാം, എവിടെ ഇതിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിന് കുറച്ച് ഇപ്പൊ ചൂട് മാറണം, അതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. സോ ഇപ്പൊ ഇതിനാ നമുക്ക് കുറച്ച് ഇത് കൂളാവണം, കൂടുതൽ ചൂടുണ്ടേനാ. ഇപ്പൊ തന്നെ ഞാൻ ഗ്യാസിലേക്ക് മാറ്റി വെച്ചു. സോ അത് മിക്സിയിൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതിൽ ഞാൻ കുറച്ച് 1 ടീസ്പൂണിന് ഉണക്കമുളക് പറയണേ മുളക് പൊടി ഇടണം. അത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ എരിവ് ഇഷ്ടനെ അത് ഇടണം. ഞാൻ 1 ടീസ്പൂൺ എടുത്തു. പിന്നെ ഉപ്പ് കുറച്ച് മാത്രം ഇടണം, കാരണം നമ്മളത് വടാപ്പാവ് ഇതിന്റെ പക്കോട ഉണ്ടേനാ അതൊക്കെ ഉണ്ടേനാ ഉപ്പ്. സോ ഇപ്പോ ഇത് ഞാൻ കുറച്ച് ഇത് കൂൾ ആവുമ്പോ ഞാനിത് നൈസായിട്ട് പേസ്റ്റ് മീൻസ് പൊടിയാക്കിയിട്ട് എടുക്കും. വെള്ളം ഇടാൻ ആവശ്യമില്ല, അങ്ങനെ വെറുതെ നമുക്ക് പൊടിയാക്കണം. പൊടി ചട്നിക്ക് ഉണ്ടാവും, വടപ്പാവ് ചട്നി നമ്മുടെ പറയുന്ന അത്.
സോ ഇപ്പോൾ നമുക്ക് പച്ച ചട്നി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. സോ പച്ച ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പകുതി സവോള കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് 2-3 നമുക്ക് വെളുത്തുള്ളി വേണം, കുറച്ച് പുളി വേണം, പിന്നെ പച്ചമുളക്, പിന്നെ മല്ലിയില. അതായത് ഞാൻ മറന്നുപോയി, ആക്ച്വലി ഇത് വടപ്പാവിലേക്ക് സ്റ്റഫിങ് നമ്മുടെ ഉണ്ടാക്കിന അതിലേക്ക് നമുക്ക് ഇടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അതെ അത് ഉണ്ടാക്കിന മീൻസ് നമ്മൾ കടുക് പൊട്ടിച്ചുന അതിന് ശേഷം നമുക്ക് ഇത് കൂടി ഇടുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. നിങ്ങളുടെ ഇടണം ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ സ്കിപ്പായി. സോ ഇപ്പോ ഇത് മിക്സി ജാർ ഉണ്ടേന അതിലേക്ക് നമുക്ക് ഇത് ഫുള്ള് ഇടണം. ഞാൻ പറഞ്ഞില്ലേ പച്ച ചട്നി നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. കുറച്ച് പച്ച ചട്നി, പിന്നെ നമ്മുടെ വടപ്പാവ് സ്പെഷ്യൽ ചട്നി, അതൊക്കെ നമുക്ക് കഴിക്കണം വട കൂടെ. ഇവിടെ കുറച്ച് ഉപ്പ് വെച്ചു ഞാൻ, ഇതില് കുറച്ച് വെള്ളം ഇടാം. പിന്നെ നമുക്ക് നൈസായിട്ട് ചമ്മന്തി റെഡി ആക്കാം. പിന്നെ അവിടെ സജ്ജിൽ കുറച്ച് ബ്രെഡൊക്കെ ഇപ്പൊ കൊണ്ടുവന്നു വട ഇവിടെ കഴിക്കാൻ വേണ്ടിട്ടാ. സോ നമുക്ക് ഇത് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ആക്ച്വലി പാവ് കിട്ടില്ല, സോ നമ്മുടെ ബന്നൊക്കെ കിട്ടും, പിന്നെ പാവ് കിട്ടില്ല. സോ അത് വേണ്ടിട്ട് നമ്മുടെ ബ്രെഡിനെ കഴിക്കുന്ന ഫ്രണ്ട്സ് വട ബ്രെഡ് പറയും. നമുക്ക് ഇത് ചട്നി റെഡിയാക്കാം. സോ നോക്കൂ ഗൈസ്, നമ്മുടെ ടേസ്റ്റി മുംബൈ സ്പെഷ്യൽ വട ബട്ടാട്ട വടക്ക് റെഡി ആയിണ്ട്. നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വടപ്പാവ് ചട്നി ഞാൻ റെഡിയാക്കി, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തു. പിന്നെ ഇവിടെ നമ്മുടെ പച്ച ചട്നി, ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഗ്രൈൻഡ് ചെയ്യാൻ ശേഷം. സോ നമ്മുടെ നല്ല ഒരു ടേസ്റ്റി ഇപ്പോൾ കഴിക്കാൻ ഒരു ബട്ടാട്ട വട ഉണ്ട് ഫ്രണ്ട്സ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. സോ ഫ്രണ്ട്സ്, ഇപ്പൊ അമ്മ വന്നു. അമ്മ ആക്ച്വലി ഇപ്പൊ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്രൈ ചെയ്യുന്നുണ്ട്, കുറച്ച് അങ്ങനെ റോസ്റ്റ് ചെയ്യുന്നു. എനിക്ക് കുറച്ച് ക്ഷീണായി. സോ അമ്മ വന്നു. ഇപ്പോ നമ്മുടെ അങ്ങനെ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കും, നമുക്ക് അതന്നെ ഇഷ്ടമാണ്. മധുരം ബ്രെഡ് ആക്ച്വലി ഇവിടെ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. സോ അത് കുറച്ച് വട കൂടി കഴിക്കാൻ ഇഷ്ടമില്ല. അമ്മ ഹായ്, സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ഇത് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മീൻസ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അത് വട കൂടി കഴിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു വട ഇതില് വെച്ചിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. 2 ബ്രെഡ് നമുക്ക് എടുക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്രെഡ് എടുത്ത് കുറച്ച് അങ്ങനെ വടപ്പാവ് വെച്ചിട്ട് ഉണ്ടാക്കാം. സോ സജ്ജിൽ വന്നു. സജ്ജിൽ കുറച്ച് നമുക്ക് സവോള കട്ട് ചെയ്തിട്ട് തരും, ഞാൻ കാണിച്ചു തരാം. പനി കഴിഞ്ഞു ഇപ്പൊ അമ്മ, പിന്നെ സജ്ജിൽ പനിക്ക് ചെയ്യാന് അമ്മ കുറച്ച് ബ്രെഡ് റോസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ സജ്ജിൽ കുറച്ച് സവോള കട്ട് ചെയ്യുന്നുണ്ട്. आप लोग दोनों इधर देखो एक साथ में. सज्जल तू भी देख, हाय करो. हाय. എന്തൊക്കെ ചെയ്യണം സജ്ജൽ? സജ്ജൽക്ക് ഹായ് പറയുമ്പോ അതുകൊണ്ട് അങ്ങനെ മുഖംക്ക് ഉണ്ടാക്കും. ഓ, സവോള കട്ട് ചെയ്യാൻ പോകണം നമ്മുടെ സജ്ജൽ. ഓഹോ. ഓ, നീ ഇരിക്കി, എനിക്ക് ശരിക്കായിട്ട് കിട്ടുന്നില്ല. നീ ഹൈറ്റഡ് ആണ്, സോ മനസ്സിലേ. അവിടെ നോക്കൂ, അവരുടെ നൈഫ് സ്കിൽസ് നോക്കൂ ഗൈസ്, നോക്കൂ. വളരെ സ്ലോ. ഇത് പെട്ടെന്ന് കട്ട് ചെയ്തു. അവിടെയല്ല, എന്താ സോ സജ്ജൽ വന്നു. ഇപ്പോ അവൻ നമ്മളുടെ ബ്രെഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു അല്ല വട ബ്രെഡ് ചമ്മന്തി. ഓ ഗൈസ്, നമ്മൾ ചമ്മന്തി ഇടാൻ മറന്നുപോയി ഗൈസ്. നല്ല ടേസ്റ്റ് ഗൈസ്. നീ കഴിച്ചിട്ടില്ല, പിന്നെ എന്താ പറഞ്ഞു? മുളക് ശിവനെ
അത് വടപ്പാവ് ചട്നി ഉണ്ട്. വടപ്പാവിന്റെ ചട്നിയാണ് ഗൈസ്. നമ്മള് കുറച്ച് ഇട്ടിട്ട് ഇത് ശരിക്കും പാവ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒപ്പാണ് കഴിക്കേണ്ടത്. നമുക്ക് പാവുന്നില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് വെച്ച് കഴിക്കാം. സൂപ്പർ. ഞാൻ വട ഉണ്ടാക്കിയത് സൂപ്പറായി. സോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അമ്മി കഴിക്കും. പിന്നെ നമ്മുടെ ഡൂഡ് വന്നു. ഡൂഡിക്ക് കുറച്ച് തരാം. കുറെ ദിവസം ശേഷം എൻ്റെ മിസ്റ്റേക്ക് ആയി ഫ്രണ്ട്സ്. ഞാനും തരാം പറഞ്ഞു. കൊടുക്കാം. കഴിച്ചോ. ഫസ്റ്റ് കഴിച്ചോ പിന്നെ പറയോ. എന്താ പറഞ്ഞു ട്രൈ ചെയ്യണം. പക്ഷെ ഈ റെസിപ്പി യൂസ് ചെയ്തത് ലോക്കൽ റെസിപ്പി. ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് മുംബൈയുടെ റെസിപ്പിയാണ്. എന്തൊക്കെ ചെയ്യണം അമ്മ? എന്താ പറയണ്ടായിരുന്നു? മുംബൈയിലെ പാവങ്ങളുടെയും പണക്കാരുടെയും ഫുഡ്. വടപ്പാവ്. പാവങ്ങൾക്കും ജീവിക്കാം, പണക്കാർക്കും ജീവിക്കാം. രണ്ട് വടപ്പാവ് കഴിക്കാം. 2 വടപ്പാവ് കഴിക്കാൻ വയറിനുണ്ട്. നോക്കുന്ന ടേസ്റ്റ് ഉണ്ട്. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. ഞാൻ വട ഉണ്ടാക്കി. അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വട. നിങ്ങളുടെ ഇതുപോലെ ട്രൈ ചെയ്യൂ, നിങ്ങളുടെ ഇഷ്ടാവും. മുംബൈയുടെ ഫേമസ് ബട്ടാട്ട വട ഉണ്ട് ഇത്. സജിൽ കഴിക്കാനൊക്കെ കുറച്ച് ബിസിയാണ്. സോ നമുക്ക് പിന്നെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ.